അഭിമാനകരം, അതിലുപരി മഹത്തായ ഒരു നേട്ടം. ഏതാണ്ട് 24 ലക്ഷത്തോളം പേർ പരീക്ഷ എഴുതിയ നീറ്റിലെ ആദ്യ 1000-ൽ വരിക എന്നത് ഒരു ചെറിയ കാര്യമല്ല. അത്തരത്തിൽ ആദ്യ 1000-ൽ എത്തിയ ഒരു മിടുക്കിയുടെ വീട്ടിലാണ് നമ്മൾ ഇന്നുള്ളത്, ആൽഫിയ. സോ ആൽഫിയയുടെ റാങ്കും കാര്യങ്ങളും ആൽഫിയ തന്നെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുന്നു. സോ ആൽഫിയ എന്ന് പറയും. ഹായ്, എനിക്ക് ഓൾ ഇന്ത്യ റാങ്ക് 939, സ്കോർ 701. ഓക്കെ, 701 ഒരു റിപ്പീറ്ററെ സംബന്ധിച്ചിടത്തോളം ആ ഒരു 700 എന്നൊരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ ഈ ഒരു സ്കോറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒത്തിരി സ്ട്രഗിൾ കാര്യങ്ങളോടൊക്കെ വന്നു കാണും. അങ്ങനെ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യുന്ന സമയത്ത് മനസ്സിലൂടെ പോകുന്ന ബ്രില്യൻ്റ് ഓർമ്മകൾ എന്തൊക്കെയാണ്? ബ്രില്യൻ്റിലെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, രാവിലെ ഞങ്ങൾ നേരത്തെ ക്ലാസ് തുടങ്ങുന്ന ബാച്ചായിരുന്നു. അപ്പോൾ നേരത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് നേരത്തെ ക്ലാസ് എൻ്റെ ചെയ്യുന്നതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ തന്നെ റിവൈസ് ഒക്കെ ചെയ്യാൻ പറ്റും. അന്നന്നത്തുള്ള പോർഷൻസ് നല്ല കൃത്യമായിട്ട് നോക്കി പോകാൻ പറ്റും. പിന്നെ വീക്ക്ലി എക്സാംസിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു മൊത്തത്തിൽ. ഓക്കെ, ഇപ്പോൾ ഈ വീക്ക്ലി എക്സാംസിന് പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ തുടക്കത്തിലെ വീക്ക്ലി എക്സാംസിനൊക്കെ പ്രതീക്ഷ ഒരു റാങ്ക് പലപ്പോഴും കിട്ടാണ്ട് വരുന്ന ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആൽഫിയുടെ ഒരു കേസിൽ എപ്പോഴാണ് ആ ഒരു ട്രാക്കിലേക്ക് ചിലപ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ ടൈമിലായിരിക്കും ഞാനൊരു ട്രാക്കിലായിട്ടുണ്ട്, ഇനി എനിക്ക് പറ്റും എന്നൊരു കോൺഫിഡൻറ്റ് തോന്നിയ ഒരു ടേണിംഗ് മൊമെൻ്റ് ഏതായിരുന്നു ശരിക്കും? വീക്ക്ലി എക്സാംസിനൊക്കെ എന്താ പറയുക, 700 മേളിലേക്ക് അങ്ങനെ എപ്പോഴും കിട്ടിയിട്ടില്ല. പക്ഷേ പിന്നെ മോഡൽ എക്സാംസ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പാണ് പിന്നെ നല്ല റാങ്കിലേക്ക് നല്ല സ്കോറിലേക്കൊക്കെ എത്താൻ സാധിച്ചത്. തുടക്കത്തിൽ കിട്ടാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ കുറെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് പ്രതീക്ഷിച്ചൊരു റാങ്ക് കിട്ടാതിരുന്ന സമയത്ത് ആൽഫയ്ക്ക് ഒരു ധൈര്യമായിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ക്ലാസ് മെൻഡർ ആയിരിക്കാം, അല്ലെങ്കിൽ കോർഡിനേറ്റേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ വാർഡൻ ആയിരിക്കാം, ഈവൻ പാരൻസ് ആയിരിക്കാം. അപ്പോൾ ആൽഫി ഒന്ന് ഡൗൺ ആകുന്ന ഒരു സമയത്ത് ഈ ഒരു പോസിറ്റീവിലായിട്ട് എനിക്ക് പറ്റും, വീണ്ടും എനിക്ക് ഒരു ട്രാക്കിലേക്ക് എത്താൻ പറ്റുമെന്ന് ആൽഫയ്ക്ക് ഒരു നല്ലൊരു സപ്പോർട്ടായിട്ട് വന്നിരുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ ആരൊക്കെയായിരിക്കും? ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ അജിത് രാമചന്ദ്രൻ സാറ് തന്നെയായിരുന്നു. സാറെന്ന് പറഞ്ഞാൽ ഓരോ എക്സാം കഴിയുമ്പോഴും മാർക്ക് കുറഞ്ഞു പോയെങ്കിൽ നിങ്ങൾക്ക് നേടാൻ പറ്റുന്നതേ ഉള്ളൂ, നിങ്ങൾ ശ്രമിച്ചാൽ കിട്ടും, ഒന്നുകൂടെ നന്നായിട്ട് പഠിക്കുക, പിന്നെ നല്ല മാർക്ക് കിട്ടിയാൽ നമുക്ക് അതുപോലെ തന്നെ അപ്രിസിയേഷനും തരും, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ആൽഫി നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സപ്പോർട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ ബ്രില്യൻറ്റിൻ്റെ ഒപ്പം തന്നെ ഹോസ്റ്റൽ ലൈഫ് എല്ലാവരും ഒത്തിരി മിസ് ചെയ്യുന്നതും കാര്യങ്ങളായിരിക്കും. ഹോസ്റ്റൽ ലൈഫ് പേൾ ഹോസ്റ്റലായിരുന്നു എന്നോട് പറഞ്ഞായിരുന്നു. പെട്ടെന്നൊന്ന് വീണ്ടും ഈ ഒരു പഠനത്തിൻ്റെ കാര്യത്തിലായാലും അല്ലാത്തൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിലാണെങ്കിലും എങ്ങനെയായിരുന്നു പേൾ ഒരു ഹോസ്റ്റൽ ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു? ക്യാമ്പസിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഹോസ്റ്റൽ. അപ്പോൾ പോയി വരാനും എളുപ്പമായിരുന്നു, ടൈമും അങ്ങനെ ലാഭിക്കാം. പിന്നെ അവിടുത്തെ സ്റ്റഡി ഹോളൊക്കെ നല്ല യൂസ്ഫുൾ ആയിരുന്നു. നല്ല പിള്ളേരൊക്കെ ഇരുന്ന് പഠിക്കുമ്പോൾ കാണുന്ന തന്നെ നമുക്ക് ഒരുപാട് മോട്ടിവേഷൻ തരുമായിരുന്നു പഠിക്കാൻ. പിന്നെ ബുക്സും നല്ല ബുക്സ് ഉണ്ടായിരുന്നു. പിന്നെ ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടീവായിരുന്നു. നികിത മിസ്, ഞങ്ങളുടെ വാർഡൻ, എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ഫുഡ് എന്ന് പറഞ്ഞാലും നല്ല ക്വാളിറ്റി, നല്ല ഫുഡായിരുന്നു. എല്ലാം കൊണ്ടും നല്ലൊരു ഹോസ്റ്റലായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റഡി ഫെസിലിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഓൾറെഡി ബ്രില്യൻ്റ് ഇ ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമായിരുന്നു. അതുപോലെ തന്നെയുള്ള സംഭവമായിരുന്നു നിങ്ങൾക്ക് നിയർ ഹോസ്റ്റൽ ആയതുകൊണ്ട് ചോദിക്കുന്നതാണ്, നിങ്ങൾക്ക് റെഫറൻസ് ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഇ ലേണിംഗ് ആപ്പിൻ്റെയും റെഫറൻസ് ഫെസിലിറ്റീസും ആൽഫിയയുടെ ഈ ഒരു റിസൾട്ടിൽ എത്രമാത്രം യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു? ഇ ലേണിംഗ് ആപ്പിലെ ക്ലാസ്സും അതിൻ്റെ അകത്തെ ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റി ഞാൻ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഹോസ്റ്റലിൽ വെച്ച് പഠിക്കുമ്പോൾ നമുക്കിങ്ങനെ ഓൺ ദി സ്പോട്ടിൽ ഡൗട്ട് വരികയാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ ചോദിച്ച് ഒരു 1 ഡേയുടെ വീക്ക് സ്പാനിനുള്ളിൽ നമുക്ക് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് തരും. റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ നന്നായി എഫക്റ്റീവായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയത് മോഡൽ എക്സാംസിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടാണ്. അപ്പോൾ അവിടെ ചെന്നിരുന്ന നല്ല കോൺസെൻട്രേഷൻ ആയിട്ടിരുന്ന് നമുക്ക് പിള്ളേരുടെ ഇടയിലിരുന്ന് നല്ല മോട്ടിവേറ്റഡ് ആയിട്ടിരുന്ന് പഠിക്കാൻ പറ്റുമായിരുന്നു. പിന്നെ അവിടുത്തെ ലൈബ്രറി ബുക്ക് നമുക്ക് എടുക്കാം. അങ്ങനെ നല്ല യൂസ്ഫുൾ ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. വെള്ളം കുടിക്കാനാണെങ്കിൽ അവിടെ ചൂടുവെള്ളം കൊണ്ടുവയ്ക്കും. എല്ലാം കൊണ്ടും നല്ലൊരു ഫെസിലിറ്റി ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ ഓരോ എക്സാംസ് കഴിയുമ്പോഴാണെങ്കിലും പലപ്പോഴും നമുക്ക് നെഗറ്റീവ്സ് വരാറുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് നമുക്ക് സങ്കടപ്പെടുന്നതിനേക്കാൾ ഉപരി ആ ഒരു നെഗറ്റീവ്സിന് നമ്മളൊരു പോസിറ്റീവ് രീതി കാണാമെന്ന് നോർമലി എല്ലാ ടോപ്പേഴ്സും പറയുന്നതാണ്. അപ്പോൾ ആൽഫിയക്ക് ഇതുപോലെ ഓരോ എക്സാംസിൽ പ്രതീക്ഷിക്കാതെയും പ്രതീക്ഷിച്ചുകൊണ്ടും ചിലപ്പോൾ നെഗറ്റീവ്സ് വരാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എങ്ങനെ ആ ഒരു നെഗറ്റീവ്സിൽ നിന്ന് ഓവർകം ചെയ്ത് അതിലേക്ക് ഒരു പോസിറ്റീവിനോട്ട് എങ്ങനെ ആൽഫിയ എത്തിയത്? അപ്പോൾ നെഗറ്റീവ്സ് ഉണ്ടായിന്ന് വെച്ചാൽ നമ്മൾ തീരെ ഡള്ളാവേണ്ട കാര്യമില്ല. അതിൽ നിന്നെല്ലാം പഠിക്കുമ്പോൾ നമ്മൾ അവസാനത്തെ നീറ്റ് എക്സാമിലേക്ക് അത്രയും നന്നായി പോളിഷായി വരികയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നെഗറ്റീവ്സ് ഉണ്ടാകുന്നത് ആക്ച്വലി നമുക്ക് ഗുണമേ ഉള്ളൂ. പോസിറ്റീവായിട്ട്
പോസിറ്റീവായിട്ട് എടുക്കണം. ആൻഡ് എനിക്ക് കറക്ഷൻ ബുക്ക് ഉണ്ടായിരുന്നു. ആദ്യം വീക്ക്ലി എക്സാംസ് മുതൽ തന്നെ ഞാൻ കറക്ഷൻ ബുക്ക് കീപ്പ് ചെയ്തിരുന്നു. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ മോഡൽ എക്സാംസിൻ്റെ സമയത്ത് വേറൊരു സെപ്പറേറ്റ് ബുക്ക് എടുത്ത് അതിൻ്റെ അകത്ത് റോങ് വൺസ് എഴുതി അതിൻ്റെ അകത്ത് നമ്മളെന്താ മിസ്റ്റേക്ക് വന്നതെന്ന് നോക്കി അത് റെക്ടിഫൈ ചെയ്ത് ഓരോരോ എക്സാംസിൽ വീണ്ടും വീണ്ടും അറ്റൻഡ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു വിഷയം ചിലപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നി കാണും. അപ്പോൾ ആ ഒരു സബ്ജക്റ്റിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ടൈം ടേബിളോ അല്ലെങ്കിൽ അതിന് വേണ്ടി ഒരു കുറച്ച് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ആ ഒരു ഡിഫിക്കൽട്ടീനെസ് ഒന്ന് മോഡറേറ്റ് ആക്കി കൊണ്ടുവന്നിരുന്നത്? എനിക്ക് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തത് ഇൻഓർഗാനിക് കെമിസ്ട്രിയിലും പിന്നെ ഫിസിക്സിൽ ചില ചാപ്റ്റേഴ്സിൻ്റെ പ്രോബ്ലംസ് ആയിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ക്യാമ്പസിൽ ഉണ്ടായിരുന്നപ്പോൾ റെഫറൻസിനൊക്കെ പോകുമ്പോഴായിരുന്നെങ്കിലും ആ സമയത്ത് നമുക്ക് ഇൻ്റർവെല്ലിന് ഡൗട്ട് ചോദിക്കാൻ പറ്റുമെങ്കിൽ ചോദിക്കുമായിരുന്നു. പിന്നെ ഞാൻ കൂടുതലും ഓൺലൈനായിട്ടാണ് കേട്ടോ ഡൗട്ട് ചോദിച്ചത്. ഓൺലൈൻ ആപ്പ് വളരെ 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 യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ അങ്ങനെ ടീച്ചേഴ്സിന് നമുക്ക് അപ്രോച്ചബിൾ ആണ്, എളുപ്പം വേണമെങ്കിലും നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. അപ്പോൾ ആൽഫിയെ സന്തോഷിക്കുന്ന പോലെ തന്നെ ഈ ഒരു റിസൾട്ടിൽ വളരെയധികം സന്തോഷിക്കുന്ന 2 പേരാണ് ആൽഫിയയുടെ പേരൻസ്. അപ്പോൾ നമുക്ക് വേണ്ടി ആൽഫിയയുടെ പേരൻസിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. ഇത് എൻ്റെ അമ്മ, പേര് സിജി എൽദോ. അമ്മ വീട്ടിൽ തന്നെ ഹോം മേക്കറായിട്ട്. പിന്നെ അപ്പയുടെ പേര് എൽദോ MV. പിന്നെ ഒരു അനിയൻ കൂടി ഉണ്ട്, അവനിപ്പോൾ +2 പഠിക്കുന്നു. അപ്പോൾ നീറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞു, ആൾ വീട്ടിൽ വന്നു, സ്കോറൊക്കെ നോക്കി, ഒത്തിരി കോൺട്രവേഴ്സീസ് ഒക്കെ സംഭവിച്ച ഒരു നീറ്റ് സ്കോർ ആയിരുന്നു ഇപ്രാവശ്യത്തെ. അപ്പോൾ അവസാനമായിട്ട് ആളുടെ ആ ഒരു 701 എത്തി എന്നറിഞ്ഞ ഒരു നിമിഷത്തിൽ എന്തായിരുന്നു ആസ് എ പേരൻറ്റ് സാറിന് തോന്നിയത്? നല്ല സന്തോഷമായിരുന്നു. കിട്ടും, ഈ ആ ലെവലിൽ എത്തും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അവിടുത്തെ മോഡൽ എക്സാമിൻ്റെ റിസൾട്ടുകൾ ഒക്കെ നമ്മൾ ഡെയിലി നമ്മൾ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യായിരുന്നല്ലോ. അപ്പോൾ ആ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുമ്പോഴും അവിടെ നിന്ന് കിട്ടുന്ന റിസൾട്ട് വെച്ചിട്ട് നമുക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള ഡെയിലി റേഞ്ചിൽ എത്തും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നല്ല സന്തോഷം. അപ്പോൾ നേരത്തെ സാറ് പറഞ്ഞ പോലെ ആൽഫിയയുടെ റിസൾട്ട് കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിയിരുന്നത് ഒരുപക്ഷെ ഡയറക്ടേഴ്സിലൂടെയോ അല്ലെങ്കിൽ കോർഡിനേറ്റേഴ്സിലൂടെയോ ആയിരിക്കും. അപ്പോൾ അത്തരത്തിൽ ബ്രില്യൻ്റുമായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ്, ഈവൻ റിസൾട്ട് ആയിക്കോട്ടെ എന്തെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ ഒരു ജേണി 1 ഇയർ ബ്രില്യൻറ്റിൻ്റെ കൂടെ എങ്ങനെയായിരുന്നു? അപ്പോൾ വളരെ പോസിറ്റീവായിരുന്നു. ഈ മീറ്റിംഗ് ഇവർക്ക് ഈ മോഡൽ എക്സാം കഴിഞ്ഞിട്ട് അവർക്ക് മാർക്ക് പറയുന്നതും പിന്നെ പ്രൈസ്, അവർക്ക് മിക്കവാറും പ്രൈസ് കിട്ടിയായിരുന്നു. ആ പ്രൈസ് എന്ന് പറഞ്ഞാൽ അതൊരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞ ഒരു നല്ല മോട്ടിവേഷനായിട്ടാണ് ആ പ്രൈസ് കിട്ടാനുള്ള ഒരു, അപ്പോൾ കിട്ടുമ്പോഴുള്ളൊരു സന്തോഷം, നമ്മളത് സ്ഥിരമായിട്ട് അപ്പോൾ അത് വാച്ച് ചെയ്യാനും നമുക്കൊരു സന്തോഷം. അപ്പോൾ ആൽഫിയയുടെ മമ്മിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, MBBS എന്നുള്ളൊരു സ്വപ്നം ഇപ്പോൾ ഇതേ കയറാൻ പോവുകയാണ് ആൾ. അപ്പോൾ ഏതൊരു സമയത്താണ് ആൽഫിയെ ഒരു ഡോക്ടറായിട്ട് കാണും അല്ലെങ്കിൽ എനിക്കൊന്ന് കാണണമെന്നൊരു ആഗ്രഹം മമ്മിക്കോ അല്ലെങ്കിൽ ഈവൻ എപ്പോഴായിരുന്നു ആൽഫിയുടെ ഭാഗത്ത് നിന്ന് ആ ഒരു ഇതിലോട്ട്, ഒരു യാത്രയിലോട്ട് നമ്മൾ വരുന്നുണ്ടായിരുന്നു? ചെറുപ്പം മുതൽ നന്നായിട്ട് പഠിക്കുമായിരുന്നു. അപ്പം 3 വയസ്സായപ്പോൾ തൊട്ട് പറഞ്ഞു എനിക്ക് ഡോക്ടറാവണം, ഞാൻ ഡോക്ടറാവുമെന്ന്. അങ്ങനെ നല്ലൊരു സ്കൂളിൽ കൊണ്ടുവന്നാക്കി CBSE ആയിരുന്നു പഠിച്ചത്. പിന്നെ 10ാം ക്ലാസ് ആയപ്പോഴേക്കും ഫൈനലായിട്ടൊരു തീരുമാനം എടുത്തു, MBBSന് തന്നെ പോകണം. പിന്നെ നല്ലൊരു കോച്ചിങ് സെൻറ്റർ അന്വേഷിച്ചു. അപ്പോൾ ഏറ്റവും നല്ലൊരു കോച്ചിങ് സെൻറ്റർ ബ്രില്യൻ്റ് ആണെന്ന് പറഞ്ഞു. അവിടെ തന്നെ കൊണ്ടുവന്ന് കോച്ചിങ്ങിനായിട്ട് ചേർത്തു. പിന്നെ അവിടെ നിന്ന് നല്ലൊരു വിജയം കൈവരിച്ച് എന്തായാലും MBBS ആവിടെ ആഗ്രഹം സാധിക്കും എന്നുള്ള ആ ഒരു രീതിയിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ ആൽഫിയ, ഈ ഒരു ഡ്രീം ജേണിയിൽ ഏതെങ്കിലും ഒരു ഡ്രീം ക്യാമ്പസ് ഉണ്ടായിരുന്നു? ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇപ്പോൾ കഴിഞ്ഞ പോലത്തെ വിക്ടോറിയയുടെയൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ അതിലൊക്കെ എത്തി ഓരോരുത്തർ ഓരോ ക്യാമ്പസിൽ അവർ ചിലപ്പോൾ ഷെയർ ചെയ്ത് കാണും, ഞാൻ ഇന്ന ഡ്രീം ക്യാമ്പസ് കണ്ടായിരുന്നു, എനിക്ക് അവിടെ പഠിക്കണം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ ആൽഫിയയ്ക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് കോളേജിലൊക്കെ പഠിക്കുന്ന ഏതെങ്കിലും ഒരു ലക്ഷ്യം, അങ്ങനെ എന്തെങ്കിലും ഡ്രീം ഉണ്ടായിരുന്നു? എല്ലാ നീറ്റ് ആസ്പിരൻസിൻ്റെയും എയിം ആയിരിക്കും എയിംസ് എന്ന് പറയുന്ന നല്ല കോളേജുകൾ. അപ്പോൾ എനിക്കും എയിംസിൽ പഠിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് 700+ എന്ന് പറഞ്ഞ സ്കോറ്, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത് അത് നേടിയെടുത്തു. ഇനി നല്ലൊരു എയിംസിൽ അഡ്മിഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നീറ്റ് 2024 ഇന്ത്യയിലെ തന്നെ ഒരു ടോപ്പറാണ് ആൽഫിയ. അപ്പോൾ ഇനി വരാൻ പോകുന്ന നീറ്റ് 2025 വരാൻ പോകുന്ന കുട്ടികളോട് ആൽഫിയക്ക് എന്ത് മെസ്സേജാണ് പറയാനുള്ളത്? പരിശ്രമിച്ചാൽ കിട്ടുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ബ്രില്യൻ്റ് പോലെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്യാൻ മാത്രം ആണ്, അത്രേ ഉള്ളൂ നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ നമ്മളെ ഗൈഡ് ചെയ്ത് ഓരോരോ എക്സാം എഴുതി നമ്മൾ ഇമ്പ്രൂവ് ആയി ഫൈനൽ എക്സാമിന് ഒരുപാട് നല്ല സ്കോർ വാങ്ങിക്കാൻ നമുക്ക് സഹായമായിരിക്കും. നെഗറ്റീവ്സ് വരുമ്പോൾ നമ്മൾ ഡള്ളാവാതെ അതിൽ നിന്നെല്ലാം നമുക്ക് എന്താണ് തെറ്റ് ചെയ്തതെന്ന് ആ ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് അനലൈസ് ചെയ്ത് ഒരു കറക്ഷൻ ബുക്കൊക്കെ കീപ്പ് ചെയ്ത്
നന്നായിട്ട് എല്ലാം റിവൈസ് ചെയ്ത് മുമ്പോട്ട് പോവുക. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന വഴി നമുക്ക് ഈ എക്സാം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല പരിചയമായിട്ട് വരുമ്പോൾ എക്സാംസ് ഒക്കെ നമ്മൾ നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തന്നെ മനസ്സിലാവും. കുറേ എക്സാംസ് അറ്റംപ്റ്റ് ചെയ്ത് കഴിയും. അപ്പോൾ ആൽഫിയുടെ പപ്പ പറഞ്ഞു ആൽഫിക്ക് ഇതുപോലെ ഓരോ എക്സാംസ് കഴിയുമ്പോൾ ക്യാഷ് അവാർഡ്സോ കാര്യങ്ങൾ കിട്ടുന്നതൊക്കെ ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ വീക്കിലി എക്സാംസ് കഴിയുമ്പോൾ ഈവൻ നമ്മുടെ കോർഡിനേറ്റേഴ്സ്, നമ്മുടെ ഡയറക്ടേഴ്സ് ഒക്കെ നിങ്ങളെ വിസിറ്റ് ചെയ്യാൻ വരാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആൽഫിക്ക് നിങ്ങളുടെ ബാച്ചിൻ്റെ കോർഡിനേറ്റേഴ്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ, അവരായിട്ടുള്ള ഇൻട്രാക്ഷനൊക്കെ എങ്ങനെയാണ് ഓർമ്മയിലേക്ക് വരുന്നത്? ഞങ്ങളുടെ ഡയറക്ടർ സ്റ്റീഫൻ സാറായിരുന്നു. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡയറക്ടറൊക്കെ നമ്മളോട് ക്ലാസ്സിൽ വന്ന് നേരിട്ട് ഇൻട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി എൻകറേജ്മെൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ജോസഫ് സാറും എല്ലാവരും ഒരുപാട് മോട്ടിവേഷൻ തരുമായിരുന്നു. സ്റ്റീഫൻ സാറാണെങ്കിൽ കൂടി നിങ്ങൾ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാറ്റി വെച്ചൊന്ന് പഠിച്ചു നോക്കി, നിങ്ങൾക്ക് നേടാനുള്ളതേ ഉള്ളൂ എന്നൊക്കെ ഓരോ എല്ലാ എക്സാമും കഴിയുമ്പോഴും നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങനെ മോട്ടിവേഷൻ തരുമ്പോൾ നമുക്ക് ഒത്തിരി എൻകറേജ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കേട്ടത് ഞാൻ പറഞ്ഞ പോലെ ആദ്യ 1000-ൽ എത്തിപ്പെട്ട ഒരു മിടുക്കിയായ ആൽഫിയുടെ കഥയാണ് കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ആൽഫിയെ കാണാൻ പോകുന്നത് ഒരു വൈറ്റ് കോട്ടൊക്കെ ഇട്ട് ഒരു സ്റ്റെപ്പൊക്കെ വന്ന ഒരു ഡോക്ടറായിട്ടാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ പിള്ളേരുടെ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി പിള്ളേർ ഫാമിലിയോടൊക്കെ വരുമ്പോൾ ഒരു ഡോക്ടർ ആൽഫിയായിട്ട് ഡോക്ടറുടെ കൂടെ നിങ്ങളുണ്ടായിരിക്കുക. സോ താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.